ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം വായിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക. ഭയപ്പെടരുത്, ഭ്രമിക്കുകയുമരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടില്ലയോ? പ്രിയമുള്ളവരെ, അത്യുന്നതനായ ദൈവത്തിന്റെ വിളി കേട്ടാലും അനേക സഹോദരങ്ങൾക്ക് ദൈവത്തിന്റെ മഹത്വം ബൃഹത്വമായ വേല ചെയ്യുവാൻ കഴിയാതെ ഇരിക്കുന്നത് അവർക്ക് ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. മാതൃസഭകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഉണ്ടാകാവുന്ന തിക്തമായ പ്രതികരണങ്ങളെയും പ്രതിസന്ധികളെയും ഭയപ്പെടുന്നതുകൊണ്ടും പലർക്കും ദൈവത്തിന്റെ വിളി ചെവിക്കൊള്ളുവാൻ കഴിയുന്നില്ല. ബലവും ബലഹീനതയും നന്നായി അറിയുന്ന ദൈവമാണ് തങ്ങളെ വിളിക്കുന്നതെന്ന് പലപ്പോഴും അവർ ഓർക്കാറില്ല. മോശയുടെ പിൻഗാമിയായി ദൈവം തിരഞ്ഞെടുത്ത യോശുവയോട് ആവർത്തിച്ച് യഹോവയാം ദൈവം ഉറപ്പും ധൈര്യവുമുള്ളവനായിരിക്കുക എന്നാവശ്യപ്പെടുന്നു. മോശയുടെ മരണാനന്തരം ഇസ്രായേൽ മക്കളെ കനാനിലേക്ക് നയിക്കുവാനുള്ള ദൗത്യം ഏറ്റെടുക്കുമ്പോഴും യഹോവയാം ദൈവത്തിന് യോശുവയെ ഓർമ്മിപ്പിക്കുവാനുള്ളത് ശക്തനും ധീരനുമായിരിക്കുവാനാണ്. എന്തെന്നാൽ ദൈവത്തിന്റെ ഉഗ്രകോപത്താൽ 40 സംവത്സരങ്ങൾ മരുഭൂമിയിൽ അലഞ്ഞു നടക്കേണ്ടി വന്ന അനുഭവമാണ് അവർക്കുണ്ടായിരുന്നത്. അതിൽ നിരാശപ്പെടാതെ കനാനിലേക്കുള്ള പ്രയാണത്തിൽ കടക്കേണ്ട യോർദാനെയും തകർക്കേണ്ട യെരിഹോ മതിൽക്കെട്ടിനെയും കീഴടക്കേണ്ട കനാന്യ രാജാക്കന്മാരെയും ഭയപ്പെടാതെ ശക്തനും ധീരനുമായി തന്റെ ജനത്തെ കനാനിലേക്ക് നയിക്കുവാൻ ദൈവം യോശുവയോട് കൽപ്പിക്കുന്നു. ആരെയും ഭയപ്പെടാതെ തന്റെ ദൗത്യത്തിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളിൽ അവന് മുന്നേറുവാൻ കഴിയണമെങ്കിൽ അവന് ഉറപ്പും ധൈര്യവും ആവശ്യമാണ്. എന്തെന്നാൽ അവന്റെ ദൈവമായ യഹോവ അവൻ പോകുന്നിടത്തൊക്കെയും അവന്റെ കൂടെയുണ്ട്. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ വിളി കേട്ടിട്ടും മുമ്പിൽ കടക്കേണ്ടി വരുന്ന യോർദാനെയും തകർക്കേണ്ട യെരിഹോ മതിലിനെയും യുദ്ധം ചെയ്ത് തോൽപ്പിക്കേണ്ട കനാന്യ രാജാക്കന്മാരെയും ഭയന്ന് ഈ നിമിഷം വരെയും ദൈവത്തിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ലേ? എങ്കിൽ ഈ സമയത്ത് ധൈര്യമായി കർത്താവിന്റെ സാക്ഷിയായി ഇറങ്ങൂ. ഭയപ്പെടേണ്ട, നീ പോകുന്നിടത്തൊക്കെയും അവൻ നിന്നോട് കൂടെയുണ്ടെന്ന് ഓർമ്മിക്കുമോ? യേശു